വർഷം 1999 അമേരിക്കയിലെ ഫോർഡ് മോട്ടോഴ്സിന്റെ ആസ്ഥാനത്തിൽ വലിയൊരു കൂടിക്കാഴ്ച നടക്കുകയാണ്. ഒരു വശത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ ഫോർഡിന്റെ തലവൻ ബിൽ ഫോർഡ്, മറുവശത്ത് കടുത്ത പ്രതിസന്ധിയിലായ തന്റെ കാർ നിർമ്മാണ കമ്പനിയെ രക്ഷിക്കാൻ പ്രതീക്ഷയോടെ സഹായം തേടിയെത്തിയ ഒരു ഇന്ത്യൻ ബിസിനസ്സുകാരനും തന്റെ കമ്പനി ഫോർഡിന് വിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് ആ ഇന്ത്യൻ വ്യവസായി അറിയിച്ചപ്പോൾ ബിൽ ഫോർഡ് പുച്ഛത്തോടെ ആ ഇന്ത്യൻ വ്യവസായി പരിഹസിച്ചത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് കാർ നിർമ്മിക്കാൻ അറിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് ഇറങ്ങരുതായിരുന്നു. ഈ കമ്പനി ഞങ്ങൾ വാങ്ങുന്നത് നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഔദാര്യമായി മാത്രം കണ്ടാൽ മതി. സ്വന്തം രാജ്യത്ത് വൻ വിജയങ്ങൾ കൊയ്ത ആ മനുഷ്യന് വിദേശികളിൽ നിന്ന് നേരിടേണ്ടി വന്ന ആ ഇൻസൾട്ട് ചെറുതല്ലായിരുന്നു. എന്നാൽ തന്നെ അപമാനിച്ചവർക്ക് മുന്നിൽ തളർന്നു പോകാൻ ആ മനുഷ്യൻ തയ്യാറല്ലായിരുന്നു. സ്വന്തം കാർ നിർമ്മാണ കമ്പനിയെ ലോക നിലവാരത്തിലേക്ക് പടുത്തുയർത്താൻ, തന്റെ സാമ്രാജ്യത്തെ കൂടുതൽ ശക്തമാക്കാൻ അയാൾ രാപ്പകലില്ലാതെ പ്രയത്നിച്ചതിന്റെ ഫലമായി ഇന്ത്യൻ റോഡുകളെല്ലാം കീഴടക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനങ്ങൾ വിപണിയിൽ വിപ്ലവം സൃഷ്ടിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം കാലം ആ മധുര പ്രതികാരത്തിന് സാക്ഷിയാവാൻ പോവുകയായിരുന്നു. കണക്കുകൂട്ടലുകൾ ഓരോന്നായി പിഴച്ചുകൊണ്ട് ഫോർഡ് മോട്ടോഴ്സ് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നു. അവരുടെ പ്രീമിയം ബ്രാൻഡുകളായ ലാൻഡ് റോവറും ജാഗോറും വിറ്റഴിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന കടുത്ത പ്രതിസന്ധിയിലേക്ക് കാലം അവരെ കൊണ്ടെത്തിക്കുന്നു. കർമ്മ ഈസ് എ ബൂമറാങ് എന്ന പോലെ അന്ന് ഫോർഡ് മോട്ടോഴ്സ് അപമാനിച്ചു വിട്ട അതേ ഇന്ത്യൻ കമ്പനി ഫോർഡിനെ സഹായിക്കാനായി മുന്നോട്ട് വരുന്നു. ഫോർഡിന്റെ ആസ്ഥാനത്ത് നിന്നും അന്ന് അപമാനിച്ചു വിട്ട അതേ ഇന്ത്യക്കാരൻ ഒപ്പിട്ട ഒരു ചെക്കുമായി ആ ഇന്ത്യൻ കമ്പനി ലാൻഡ് റോവറിന്റെയും ജാഗോറിന്റെയും ഓണർഷിപ്പ് സ്വന്തമാക്കുന്നു. അന്ന് ആ ഒപ്പിടൽ ചടങ്ങിൽ വെച്ച് ബിൽഫോർഡിനോട് ആ ഇന്ത്യൻ വ്യവസായിക്ക് വേണമെങ്കിൽ പരസ്യമായി പറയാമായിരുന്നു: ഈ ബ്രാൻഡുകൾ ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങിയത് എന്റെ വെറും ഔദാര്യമായി മാത്രം കണ്ടാൽ മതിയെന്ന്. എന്നാൽ തന്നെ അപമാനിച്ചു വിട്ട അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാതെ തന്റെ പ്രവൃത്തി കൊണ്ട് മറുപടി നൽകാൻ ഇന്ത്യയിൽ ഒരു കോടീശ്വരൻ ഉണ്ടാവണമെങ്കിൽ അയാളുടെ പേര് സാക്ഷാൽ രത്തൻ ടാറ്റ എന്നായിരിക്കണം.